ഹായ് 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 ചേട്ടാ ഹായ് 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 വളരെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ആൽക്കോളിക്സ് അനോണിമസിലൂടെ നിരന്തരമുള്ള ഒരു സഞ്ചാരം, പിന്നെ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സന്തോഷവും സമാധാനവും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു, ദൈവത്തോടും. ഞാൻ 7 മണിക്ക് കയറിക്കോളാം രാജേഷോട് വാക്ക് പറഞ്ഞതായിരുന്നു. കുറച്ച് താമസമുണ്ടായി, അവിചാരിതമായ ചില കാരണങ്ങളാൽ. വേറൊന്നുമല്ല, ഞാന് രാവിലെ പാല് മേടിക്കാൻ പോയി. ഒരു വീട്ടിലാണ് പോകുന്നത്. അവിടുത്തെ കറവക്കാരൻ വരാൻ താമസിച്ചുകൊണ്ട് ഞാനും താമസിച്ചു പോയി. അതാണ് പറ്റിപ്പോയത്. സോറി. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം, ഒരു പരിഹാരമുണ്ട് അല്ലെങ്കിൽ പരിഹരിക്കൽ, വളരെ ഗഹനമായ അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ഒരു വിഷയം തന്നെയാണ്. അത് പറയാനുള്ള ഒരു അറിവോ പക്വതയോ ഒന്നും എനിക്കില്ലതാണ്. എങ്കിലും ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചു നേരം, 1 മണിക്കൂറോളം ഒന്ന് സംസാരിച്ച് നോക്കാം. 1 മണിക്കൂറൊന്നും സംസാരിക്കാനുള്ള ഒരു പ്രാപ്തി ഒന്നുള്ള മനുഷ്യനല്ല ഞാൻ. നമുക്ക് ശ്രമിക്കാം. ഒരു പരിഹാരമുണ്ട്. നമ്മളെല്ലാവരും അതാണ് തേടുന്നത്, ഒരു പരിഹാരം. നമുക്കൊരു പരിഹാരം വേണം. കുടിയിൽ നിന്നും ഈ എന്താ പറയുക, നമ്മുടെ തകർന്നു പോയ ജീവിതം അതൊന്ന് നേരെയാക്കണം. ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചതിന് ശേഷമായിരിക്കും മിക്കവാറും ഉള്ള അംഗങ്ങള് ആൽക്കോളിക്സ് അനോണിമസിൽ എത്തിപ്പെടുന്നത്. അപ്പം അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പരിഹാരം, ഇതിൽ നിന്നൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം, സമാധാനമായ ജീവിതം, എങ്ങനെയെങ്കിലും മദ്യപിക്കാതിരിക്കണം. അതാണ് മിക്കവാറും ആഗ്രഹിക്കുന്നത്. ഞാനും അത് തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് എയുടെ മീറ്റിങ്ങിന് വന്നത്. വന്നപ്പം ആ ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാണ് സത്യസന്ധമായിട്ടുള്ള മറുപടി. കാരണം എനിക്കിഷ്ടം ഉണ്ടായിട്ടൊന്നും എയുടെ മീറ്റിങ്ങിന് വന്നതല്ല. ആദ്യം എൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി. എന്താണ് എന്നൊന്നറിയാം. കാരണം കുടി എന്നൊരു കുടിയനെ സംബന്ധിച്ചിടത്തോളം കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കൂടുതലും കുടി തുടരാൻ തന്നെ ആയിരിക്കും ആഗ്രഹം. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എങ്ങനെയും നശിച്ച് കുടിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചില സമയത്തൊക്കെ തോന്നും. പക്ഷെ പിന്നീട് തോന്നും നിയന്ത്രിച്ച് കുടിച്ചാൽ മതി, നിയന്ത്രിച്ച് കുടിക്കണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഏതായാലും പ്രിയമുള്ളവരെ, ആൽക്കോളിക്സ് അനോണിമസിൽ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ നിയന്ത്രിച്ച് കുടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കത്തില്ല. ഒന്നെങ്കിൽ കുടി നിർത്തുക, ആൽക്കോളിക്സ് അനോണിമസിലൂടെ നിരന്തരം സഞ്ചരിക്കുക, ആദ്യത്തെ കുടി മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ആണെങ്കിലും, ബുദ്ധിമുട്ടിയെന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവായിരുന്നു മദ്യം. അപ്പൊ അതിനെ ഒന്ന് വേണ്ടാന്ന് വെച്ചിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ദുരന്തവും ഒക്കെ തോന്നും, അല്ലെങ്കിൽ കുറച്ച് വേദനയൊക്കെ തോന്നും. ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് മോഡറേറ്റ് ചെയ്ത് കുടിക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം പരിശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും നിയന്ത്രിച്ച് കുടിക്കാൻ. പക്ഷെ എന്നെ പോലെയുള്ള ഒരു കുടിയനെ സംബന്ധിച്ചിടത്തോളം അത് സാധിച്ചിട്ടുമില്ല. എന്തായാലും ഞാനും ഒരു ആൽക്കോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ എത്തിപ്പെട്ടു, ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിൽ. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിനെ കുറെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ഇരിക്കുന്നവരൊക്കെ കുടിയുടെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരായിരുന്നു. പലരും മദ്യപിച്ചിട്ട് എന്നേക്കാൾ കൂടുതൽ ജീവിതം തകർത്തവരായിരുന്നു. അവരൊക്കെ ഇന്ന് ജീവിതം തിരിച്ചു പിടിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് അവർ കുടിക്കാതിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യമാണോ മിഥ്യയാണോ എന്നൊക്കെയുള്ള ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവരൊക്കെ പറയുന്നതല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇവർക്കൊക്കെ ഇത് സാധിക്കുമെങ്കിൽ ചിലപ്പോൾ എനിക്ക് സാധിച്ചേക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത. ഞാനും നിരന്തരം മീറ്റിങ്ങിന് വരാൻ തുടങ്ങി.
ആദ്യത്തെ 1-2 പരാജയം. ഞാൻ 2007 നവംബർ 1-ാം തീയതിയാണ് ഈ മീറ്റിംഗിൽ, ആൽക്കോളിക്സ് അനോണിമസിന്റെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. കുറച്ചു നാള് മീറ്റിംഗിൽ നിരന്തരം വന്നുകൊണ്ടിരുന്നു. അന്നൊക്കെ തിരുവനന്തപുരത്ത് 3 മീറ്റിങ്ങേ ഉള്ളൂ. 2 മീറ്റിംഗ് മലയാളത്തിലും 1 മീറ്റിംഗ് ഇംഗ്ലീഷിലും. അത് ഇംഗ്ലീഷിലെന്ന് പറഞ്ഞാൽ കോവളത്ത് ഒരു സായിപ്പ് വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആൽക്കോളിക്സ് അനോണിമസ് വരുമ്പോൾ പുള്ളി 37 വർഷം സുബോധവാനായ ഒരാളായിരുന്നു. അയാൾ അവിടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആ മീറ്റിങ്ങും വേറെ 2 മലയാളം മീറ്റിങ്ങും, ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും 3 മീറ്റിംഗാണ് ഉണ്ടായിരുന്നു. ഈ മീറ്റിങ്ങിൽ നിരന്തരം പങ്കെടുക്കാനൊക്കെ തുടങ്ങി. അവിടുത്തെ ഒരു പുതിയ സൗഹൃദം ഉടലെടുത്തു. അവിടുത്തെ ഒരു പുതിയ ഒരു സൗഹൃദം, അതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ മീറ്റിംഗിൽ ഇന്നും പിടിച്ചു നിർത്തുന്നത്. എന്തും ഏതും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരുപറ്റം ആൾക്കാർ അവിടെ നമ്മളെ കേൾക്കാനും നമ്മളെ സഹായിക്കാനും തയ്യാറായി ഉണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. ഏതായാലും ഞാൻ 2007 നവംബറിൽ വന്നെങ്കിലും ഡിസംബറിൽ വീണ്ടും പോയി കുടിച്ചു. വീണ്ടും എയുടെ മീറ്റിങ്ങിൽ വരാൻ തുടങ്ങി. വീണ്ടും ഫെബ്രുവരിയിൽ പോയി വീണ്ടും കുടിച്ചു. 2008 ഫെബ്രുവരിയിൽ. ഏതായാലും ആ കുടി 2 ദിവസം നീണ്ടു നിന്നുള്ളൂ. ഈ 2 കുടിക്ക് ശേഷവും എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ അന്നിരുന്ന അംഗങ്ങളോട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. എന്തുകൊണ്ട് ഞാൻ വീണ്ടും കുടിച്ചു? ഞാൻ എണ്ണമറ്റ പരീക്ഷണങ്ങൾ നടത്തി തോറ്റുപോയതിനു ശേഷമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടും ഞാൻ എന്തുകൊണ്ട് തോറ്റുപോയി എന്ന് ഒന്ന് തുറന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. അതെനിക്ക് തോന്നുന്നത്, എനിക്ക് ആ ധൈര്യം കിട്ടിയത് ഞാൻ എന്നെ തന്നെ എൻ്റെ പഴമക്കാരിലും കണ്ടു. അതായത് ഞാനൊരു മദ്യാസക്തനാണ്. അവരെ പോലെ തന്നെ എനിക്ക് മറ്റുള്ളവരെ കാണാനും മറ്റുള്ളവരോട് കുറച്ചുകൂടെ അടുത്തിടപഴകാനും, അല്ലെങ്കിൽ അവരും എന്നെ പോലെ തന്നെയാണ്. അവർക്ക് വേറെ ഒരു പ്രത്യേക പദവിയൊന്നും ഞാൻ കൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായി. ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നതിന് മുമ്പ് ഞാൻ കുടി നിർത്താനായിട്ട് നടത്തിയ എണ്ണമറ്റ ശ്രമങ്ങൾ 3 പ്രാവശ്യം ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നു. ആ ഡി അഡിക്ഷൻ സെന്ററിൽ കിടക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലർ ഇവരൊക്കെ എന്നേക്കാൾ എന്തോ മുകളിൽ, അല്ലെങ്കിൽ അവരൊക്കെ ഒരു പദവിയിലിരിക്കുന്നു. അവർക്കൊക്കെ കൂടുതൽ ബഹുമാനം ഞാൻ കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് കൂടുതൽ ആദരവ് ഞാൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനെന്തോ ജീവിക്കാൻ അറിയാൻ പാടില്ലാത്ത വ്യക്തി, കുറ്റം ചെയ്തിട്ട് എന്തോ കുറ്റവാളിയെ പോലെ ഇവരുടെ മുന്നിൽ ഇരിക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാനൊരു കുറെ ഡോക്ടർമാരെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്, കുറെ കൗൺസിലേഴ്സിനെ ഒക്കെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവരുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ അവിടെ 37 വർഷം സുബോധമുള്ള സായിപ്പും അന്ന് ഞാൻ വരുമ്പം 6-7 വർഷം സുബോധമുള്ള ചിലരും ഒക്കെ എന്നെ അവരിൽ ഒരാളെ പോലെ തന്നെയാണ് കണ്ടത്. അതെനിക്കൊരു വലിയ ആശ്വാസം തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് തുറന്ന് സംസാരിക്കാൻ പറ്റി, തുറന്ന് ഇടപെടാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യപൂർവ്വം എന്തുകൊണ്ട് ഞാൻ വീണ്ടും കുടിച്ചുപോയി എന്ന് ചോദിക്കാറ്. അപ്പൊ അവരിലൊരു പഴമക്കാരൻ എൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ബ്രഹ്മാനന്ദ, ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് കുടി നിർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നീ ആ പുസ്തകം വാങ്ങിക്കണം. അതുവരെ ഞാൻ പുസ്തകം വാങ്ങിച്ചില്ല. നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പുസ്തകം വാങ്ങണം, അത് വായിക്കണം, അത് കുറേശ്ശെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം. അതിനകത്ത് പറയുന്ന പടികള് കുറേശ്ശെയൊക്കെ പരിശീലിക്കാൻ, ഇങ്ങനെയാ പറഞ്ഞത്, വളരെ ലളിതമായിട്ടാ പറഞ്ഞത്. കുറേശ്ശെയൊക്കെ പരിശീലിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ശാശ്വതമായി സമാധാനത്തോടെ കുടിയിൽ നിന്ന് മാറി എന്നൊരു പുതിയ ജീവിതം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തത്.
ഏതായാലും 60 രൂപ കൊടുത്ത് ഞാനും ആ പുസ്തകം മേടിച്ചു. അപ്പൊ ആ പുസ്തകം വീട്ടിൽ കൊണ്ടുവന്നു. അന്നൊക്കെ തിരുവനന്തപുരത്ത് ഞായറാഴ്ച ദിവസം ഈ അടിസ്ഥാന ഗ്രന്ഥം ബിഗ് ബുക്ക് വായിക്കും. മീറ്റിംഗ് തുടങ്ങി ആരെങ്കിലും ഒരു ചാപ്റ്ററിന്റെ പകുതിയോ അല്ലെങ്കിൽ 2-3 പേര് കൂടി കുറേശ്ശെ വായിച്ചിട്ടൊക്കെയാണ് മീറ്റിംഗ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ പുസ്തകമായിട്ടൊരു ചെറിയ പരിചയം ഉണ്ട് തന്നെ. ഏതായാലും വീട്ടിൽ കൊണ്ടുവന്ന പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ ഒന്ന് മറിച്ചു നോക്കി. അപ്പൊ അന്ന് എനിക്ക് ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഹെഡിങ് നമ്മുടെ ഈ 2ാമത്തെ ചാപ്റ്ററിന്റെ ഈ ഒരു പരിഹാരമുണ്ട് എന്നുള്ള ആ ഒരു ഹെഡിങ് ആയിരുന്നു. ഞാനൊരു പരിഹാരം തേടിയാണ് ഈ മീറ്റിങ്ങിൽ വന്നത്. അപ്പൊ ആ ഹെഡിങ് കണ്ടപ്പോൾ എന്നെ അത് വല്ലാതെ ആകർഷിച്ചു. ഏതായാലും ഞാനത് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. വായിക്കുമ്പോൾ വിരസതയാണ് അനുഭവപ്പെട്ടത്. ഞാനിത് എൻ്റെ പഴമക്കാരനോട് പറഞ്ഞു, അന്നത്തെ ടെമ്പററി സ്പോൺസറോട് പറഞ്ഞു, പുസ്തകമൊന്നും വായിക്കാൻ ഒരു മനസ്സ് വരുന്നില്ല, പുസ്തകത്തിന് വായിക്കുമ്പോൾ അതിനകത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിഹാരം ഉണ്ടെന്നുള്ള ചാപ്റ്ററാണ്. പക്ഷെ പരിഹാരം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അയാൾ പറഞ്ഞു, സാരമില്ല, നീ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ പുസ്തകം വായിക്കുക, അത് മനസ്സിലാക്കുക, അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകം വളരെ രസകരമാണ്, എന്നാൽ അത് വളരെ ഭംഗിയുള്ള ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. നീ ഒരു കാര്യം ചെയ്യുക, നീ അവസാനം കുറെ വ്യക്തികഥകൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. അത് ചിലപ്പോൾ നിനക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. ചിലപ്പോൾ നിന്റെ അതേ അനുഭവമുള്ള ഏതെങ്കിലും കഥകൾ ചിലപ്പം അവിടെ വായിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ഞാൻ അങ്ങനെയാണ് പുസ്തകം വായിക്കാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പോൺസറെയൊക്കെ തിരഞ്ഞെടുത്ത് ഈ പുസ്തകം കുറച്ചുകൂടെ ഗഹനമായിട്ട് വായിക്കാനുള്ള ഒരവസരമൊക്കെ ഉണ്ടായി. ആ സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ ഈ പുസ്തകത്തെ പറ്റി പഠിക്കാനും ഈ പുസ്തകം നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാനും ഒക്കെ ഒരു മനസാന്നിധ്യം ഉണ്ടായി, അല്ലെ അതിനൊരു ആഗ്രഹം ഉണ്ടായി, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഒരു അനുസരണാശീലം എന്നിൽ വളർത്തി. ഇത് ഏറ്റവും വലിയ, നമ്മൾ 7 മാരക പാപങ്ങളെ പറ്റിയൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണ് നമ്മളെ വീണ്ടും കുടിയിലോട്ടും കുപ്പിയിലോട്ടും കൊണ്ടുപോയത്. അപ്പൊ അതിലേറ്റവും അഹങ്കാരം തലപ്പത്ത് വരും എന്നൊക്കെയാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിലേറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അനുസരണാശീലം, മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു ശീലം എൻ്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. അഹങ്കാരിയാണ്, തന്നിഷ്ടക്കാരനാണ്, ധാർഷ്ട്യമുള്ളവനാണ്. 7 മാരക പാപങ്ങളില് 7 അതിൽ കൂടുതൽ പാപം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്വഭാവ വൈകൃതങ്ങളുള്ള മനുഷ്യനാണ്. എന്നിരുന്നാൽ ഈ അനുസരണാശീലം ഇല്ലായ്മ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആരെ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല, ആരെ അനുസരിച്ച് ജീവിച്ചിട്ടില്ല. കാരണം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിന്റെ തുടക്കം. വളരെ ചെറിയ പ്രായത്തിലെ ബിസിനസ്സിലോട്ടൊക്കെ വന്നു. അപ്പോൾ വീട്ടില് അച്ഛനേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്ന മകനായിട്ട് വളർന്നു. വീട്ടുകാര്യങ്ങളിലൊക്കെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഏറ്റവും മൂത്ത പുത്രനായതുകൊണ്ട് എൻ്റെ താഴെയുള്ള അനിയന്മാരുടെ വിദ്യാഭ്യാസവും അനിയത്തിയുടെ വിദ്യാഭ്യാസവും അതിനകത്തൊക്കെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ, വളരെ ചെറുപ്പത്തിലെ തന്നെ അനുസരണാശീലം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ഏതായാലും ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിരുന്ന പഴമക്കാരെ അനുസരിക്കാനും അവർ പറയുന്നത് കേൾക്കാനും അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലോട്ട് കയറി വന്നു. പതുക്കെ അനുസരണാശീലം വളർന്നു വന്നു. അതോടെ എനിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായി. എനിക്കും സുബോധത്തിൽ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കും ഈ പറയുന്ന മദ്യത്തെ നിന്ന് മാറ്റിവെച്ച് കുറച്ച് ജീവിക്കാൻ, അന്ന് ഇതുപോലെ ഇന്നിപ്പോ 14 വർഷവും ചില്ലറ
10 ദിവസമായി. ഇതുപോലെ ഒരു 14 വർഷം കുടിക്കാതിരിക്കാൻ പറ്റുമെന്നൊന്നും ഒന്നും ചിന്തിച്ചില്ല. എനിക്ക് ചിലപ്പോൾ കുറച്ചു നാൾ കുടിക്കാതിരിക്കാൻ പറ്റിയേക്കും എന്നുള്ള ചിന്ത മനസ്സിലോട്ട് കയറി വന്നു. അത് വല്ലാതെ സഹായിച്ചു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് തന്നെ വരാം. അപ്പൊ ഈ പരിഹാരം ഉണ്ട് എന്നുള്ള ചാപ്റ്റർ ഞാൻ നിരവധി തവണ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു രോഗം, ആ രോഗത്തിന്റെ അവസ്ഥ, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അപ്പം ആ രോഗത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ സ്വഭാവ വൈകൃതങ്ങളെ അല്ലെ ജന്മവാസനകളെയൊക്കെ നമ്മൾ കണ്ടെത്തുക, അതിൽ നിന്ന് മാറി നിൽക്കുക. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മളൊക്കെ ഒരു വലിയൊരളവ് വരെ കുറെ സ്വഭാവ ശീലങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുറെ നമ്മുടേതായ ശീലങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഈ ഫെലോഷിപ്പിലോട്ട് എത്തിപ്പെടുന്നത്. ഞാനൊക്കെ 48 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എത്തിപ്പെട്ടത്. അപ്പോഴത്തേനും ഈ ജീവിത സാഹചര്യം കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ അതുവരെയുള്ള വളർച്ച കൊണ്ടും ഒക്കെ ഞാൻ കുറെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടേതായ സ്വന്തം ഇഷ്ടങ്ങളും ഒക്കെ ആയിട്ട് ആണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ആ ചില ഇഷ്ടങ്ങളെ ത്യജിക്കാനും ചില ഇഷ്ടങ്ങളെ ഒന്ന് മാറ്റിവെക്കാനും കുറെ മാറിയ മനോഭാവത്തോടെ ജീവിക്കാനും ഒക്കെ നമ്മളോട് പുസ്തകം അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നമ്മളോട് ആവശ്യപ്പെടുന്നു. അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പുസ്തകത്തിൽ അടുത്ത് പറയുന്നുണ്ട്, വേദനയാണ് നമ്മൾ കൊടുക്കേണ്ട ഫീസ് എന്ന്. അതായത് സുബോധത്തിന് നമ്മൾ സുബോധത്തിൽ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ സുബോധത്തിൽ ചരിക്കണമെങ്കിൽ അതിന് കൊടുക്കേണ്ട ഫീസ് വേദനയാണ്. അപ്പൊ പല നമ്മുടെ ഇഷ്ടങ്ങളും മാറ്റിവെക്കേണ്ടി വരും, പല നമ്മുടെ സ്വഭാവ രീതികളും മാറ്റിവെക്കേണ്ടി വരും, പല ദൈനംദിന കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും. അവിടെ നിന്നൊക്കെ നമ്മൾ മാറിയ ഒരു രീതിയിൽ, മാറിയ മനോഭാവത്തോടുകൂടി, പെരുമാറ്റ രീതികളോടുകൂടിയൊക്കെ മാറേണ്ട ഒരാവശ്യമുണ്ട്. അതിനൊക്കെ ഈ നമ്മുടെ പടികള് ശക്തിക്കൊത്തോളം പരിശീലിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ, പുസ്തകത്തിൽ പറയുന്നത് ആ ഒരു സന്നദ്ധത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എളിയ ഒരു സന്നദ്ധത, ചെറിയൊരു സന്നദ്ധത. ആ സന്നദ്ധതയാണ് പലപ്പോഴും നമുക്കില്ലാതെ പോയിട്ടുള്ളത്. ആ ഒരു തുടക്കം കുറിക്കാനായിട്ട് ഒരു സന്നദ്ധത, ആ ഒരു സന്നദ്ധത ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പകുതി ശ്രമം വിജയിക്കും. ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. പടികൾ പരിശീലിക്കണം, പുസ്തകത്തിൽ കൂടെ കടന്നു പോകണം, സാഹിത്യത്തിൽ കൂടെ കടന്നു പോകണം, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം, എനിക്കും സന്തോഷത്തിലും സമാധാനത്തിലും സുബോധത്തിലും ജീവിക്കണം, അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്നദ്ധത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആ സന്നദ്ധത ഉണ്ടാക്കിയെടുത്ത് ശക്തിക്കൊത്തവണ്ണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പടികൾ പരിശീലിക്കാൻ പറ്റുക. എനിക്ക് പരിശീലിക്കാൻ പറ്റുന്നത് പോലെ വേറൊരാൾക്ക് പറ്റത്തില്ല, വേറൊരാൾ ചെയ്യുന്ന പോലെ എനിക്ക് പറ്റത്തില്ല. അപ്പം എനിക്കെന്ത് ഏത് രീതിയിൽ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സാഹചര്യവും വിദ്യാഭ്യാസവും ഒക്കെ അല്ലെങ്കിൽ എൻ്റെ അറിവും ഒക്കെ വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഈ പ്രോഗ്രാമിലൂടെ ഒരാളുടെ സഹായത്തോടു കൂടി, ഒരു സ്പോൺസറുടെ സഹായത്തോടു കൂടി കടന്നു പോകാൻ പറ്റും. ആ ഒരു ചിന്തയിലോട്ട് നമ്മൾ വരണം. നമുക്ക് പറ്റുന്നത് പോലെ മതി, അല്ല മറ്റുള്ളവരെ പോലെ ആവാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അവരത് ചെയ്തു, അത്ര കണ്ട് നന്നായിട്ട് സംസാരിക്കുന്നു, അവന്റെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടായി, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്നുള്ള ചിന്തയിലോട്ട് നമ്മൾ പോകാതെ, നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ കഴിവിനനുസരിച്ച്, മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്, ഒരാളെ പോലെ വേറൊരാളില്ല എന്നാണ്. അപ്പം നമ്മൾ മറ്റൊരാളാകാൻ ശ്രമിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, എനിക്ക് എങ്ങനെ ഈ പടികൾ പരിശീലിക്കാൻ പറ്റും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ഞാൻ ഇന്നലെ വരെ കൊണ്ടു നടന്ന ചില സ്വഭാവ
വൈകൃതങ്ങൾ അല്ലെങ്കിൽ ജന്മവാസനകളിൽ നിന്നൊക്കെ എനിക്ക് എങ്ങനെ മാറി നടക്കാൻ പറ്റും, എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും, എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ കേൾക്കാൻ പറ്റും. എൻ്റെയൊക്കെ ഒരു വലിയൊരു കുഴപ്പം അതായിരുന്നു. കേൾക്കാൻ എൻ്റെ സ്പോൺസർ എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കക്കൂസ് പോലത്തെ നിന്റെ വായ അടച്ചു വെച്ചിട്ട് നീ ചെവി രണ്ടും തുറന്നു വെക്കുക, എങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് റേഡിയോ പോലെയാ, അങ്ങോട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് ആര് പറയുന്നതും കേൾക്കത്തില്ല, കേൾക്കാനുള്ള മനസ്സുമില്ല. അപ്പൊ അതിനൊക്കെയുള്ള കേൾക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള ഒരു എന്താ പറയുക, സഹനശക്തിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു അവരുടെ ജീവിത തകർച്ച അല്ലെങ്കിൽ അവരുടെ ദുരന്തങ്ങളൊക്കെ അവര് പറയുമ്പോൾ അപ്പൊ അതിനകത്തൂടെയൊക്കെ ഒന്ന് മനസ്സ് കൊണ്ടുപോകാൻ, അവരുടെയൊക്കെ ജീവിതത്തെക്കാൾ എത്ര മെച്ചമാണ് എൻ്റെ ജീവിതം, എനിക്ക് അത്രയൊന്നും കുടികൊണ്ട് ദുരന്തം ഉണ്ടായില്ലല്ലോ എന്നുള്ള ചിന്തകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാനൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചാൽ അത് നമുക്ക് ഒരുപാട് ആശ്വാസം തരും, ഒരുപാട് ബലം അല്ലെങ്കിൽ ഒരു ധൈര്യം തരും നമുക്ക് മുന്നോട്ട് പോകാൻ. അതിനാണ് നമ്മളെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം. ആ ഒരു ധൈര്യത്തിലൂന്നി നമ്മൾ കുറേശ്ശെ ശക്തിക്കൊത്തവണ്ണം പടികൾ പരിശീലിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള, നമുക്ക് മുമ്പേ നടന്നുപോയ, അയാളും മധ്യാസക്തനായിരിക്കും, കുടിയനായിരിക്കണം, അയാൾ മധ്യാസക്തനായിരിക്കണം, ഏകൂടെ സഞ്ചരിക്കുന്ന ആളായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആധ്യാത്മിക ആചാര്യൻ അല്ലെങ്കിൽ ഭാര്യ എന്നൊക്കെ പുസ്തകത്തിൽ പറയുന്നതാണ്. എന്തായാലും നമുക്ക് കംഫർട്ടബിളായ, നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഒരാളെ കണ്ടെത്തി ആ പടികൾ പരിശീലിക്കാനൊക്കെ ഉള്ള ശ്രമം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഈ പരിഹാരത്തിലോട്ട് നമ്മൾ എത്തിച്ചേരും. അതാണ് നമ്മുടെ ഈ പരിഹാരമുണ്ട്. അതായത് നമ്മുടെ മദ്യാസക്തിക്കൊരു പരിഹാരമുണ്ട്, നമ്മുടെ രോഗത്തിന് ഒരു പരിഹാരമുണ്ട്. നമ്മൾ ഒരുപാട് വൈകൃതങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ജന്മവാസനകളുടെ പിടിയിലായിരിക്കും പലപ്പോഴും. ഞാനൊക്കെ അങ്ങനെയാണ്. ഒരുപാട് ഞാൻ എൻ്റെ സ്വാർത്ഥത, എൻ്റെ മാത്രം കാര്യം, എന്താ ജന്മം കൊടുത്ത കുട്ടികളുടെ പോലും സന്തോഷമോ സമാധാനമോ അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങളോ പോലും ഞാനൊന്നും ഗമനിച്ചിരുന്നില്ല. എൻ്റെ 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 എന്ത് എന്നുള്ള ചിന്തയാണ്. ഭാര്യയ്ക്കോ വരെ കൊടുക്കുന്നില്ല, പോട്ടെ, കുട്ടികൾക്ക് പോലും ഒരു അംഗീകാരമോ വിലയോ കൊടുക്കാതെ അവരെ പോലും അടക്കി ഭരിക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേട്ടോണം. എൻ്റെ സൗകര്യം, എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അപ്പൊ അവിടെ നിന്നൊക്കെ മാറി നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കാനും മറ്റുള്ളവർക്ക് വില കൽപ്പിക്കാനും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളൊന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവരെ കേൾക്കാനും, മറ്റുള്ളവർക്കും നമ്മുടെ കൂട്ട് തന്നെ ജന്മാവകാശങ്ങളുണ്ടെന്നും അവർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളും അവരുടേതായ ചിന്തകളും അവരുടേതായ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്ത് നമുക്കൊരു മാറിയ മനോഭാവം കിട്ടുന്നു. ആ ഒരു മാറിയ മനോഭാവത്തോടു കൂടി നമ്മളൊന്ന് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ച് തലപുകച്ച് നമ്മളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ 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 എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സുഖം കിട്ടാത്തത് അല്ലെങ്കിൽ സന്തോഷം കിട്ടാത്തത്. അതിന് നമ്മൾ മാറി ചിന്തിക്കുക. നമ്മൾ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് മാത്രമല്ല അവകാശമുള്ളത്. എല്ലാവർക്കും ഈ ലോകത്തിന്റെ മുഴുവൻ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ അവകാശമുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർ മനുഷ്യരാണ്, അവർക്കും വിചാരങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒരു പരിധി വരെയൊക്കെ നടത്തിക്കൊടുക്കാനും അത് അംഗീകരിച്ചു പോകാനും ഒക്കെ നമ്മളും ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു ചിന്തയിലോട്ടൊക്കെ വരിക. ആ ഒരു മാറിയ മനോഭാവം അത് നമ്മളെ
കൂടുതൽ സന്തോഷത്തിനും സമാധാനത്തിനും കൊണ്ടെത്തിക്കും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ നമ്മളോട് ചെയ്യാൻ പറയുന്നത്, നിർദ്ദേശിക്കുന്നത്, ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മുമ്പേ നടന്നുപോയ നമ്മുടെ പഴമക്കാർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അത് നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാകാൻ, നമ്മുടെ ജീവിതം കൂടുതൽ പ്രയോജനപ്രദമാവാൻ, നമ്മുടെ ജീവിതം കൂടുതൽ ആഘോഷമാക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് പടികൾ ശക്തിക്കൊത്തോണം പരിശീലിക്കുക. ഒരു സ്പോൺസറെ കണ്ടെത്തണം. ഒരു സ്പോൺസർ നിനക്ക് മുമ്പേ നടന്നുപോയ ഒരു മദ്യാസക്തനുമായിട്ട് ഈ പടികൾ ശക്തിക്കൊത്തോണം പരിശീലിക്കാനൊക്കെ പറയുന്നതിന്റെ ആവശ്യം നമ്മുടെ തന്നെ അഭിവൃദ്ധിക്കും, നമ്മുടെ തന്നെ സന്തോഷത്തിനും, നമ്മുടെ തന്നെ കൂടുതൽ സമാധാനത്തിനും, അതുപോലെ തന്നെ ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനും കൂടുതൽ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മളെ ജീവിതം കൊണ്ടു നടക്കാനും വേണ്ടിയിട്ടാണ് ഈ പടികൾ പരിശീലിക്കാൻ പറയുന്നത്. ആ ഒന്നാമത്തെ പടി, നമ്മൾ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനത സംഭവിച്ചു നമ്മുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. പലപ്പോഴും പലരും, അല്ലെങ്കിൽ ഞാനൊക്കെ, ഒന്നാമത്തെ പടിയുടെ ആദ്യ ഭാഗം അംഗീകരിക്കുമെങ്കിലും രണ്ടാമത്തെ ഭാഗം അംഗീകരിക്കാനോ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, അനിയന്ത്രിതമായി പോയിരുന്നു എന്നൊക്കെ ചിന്തിക്കാനോ ഒന്നും എന്നെ കൊണ്ടൊന്നും ഒരിക്കലും സാധിച്ചിരുന്നില്ല. മദ്യപിച്ചു പോയി, ഇന്നലെ അല്പം മദ്യപിച്ചു പോയി, ഇച്ചിരി കൂടിപ്പോയി എന്നൊക്കെയുള്ള ചിന്തയുണ്ടാകും. ജീവിതം അനിയന്ത്രിതമായി പോയെന്നോ, അത് ഞാനൊക്കെ ഒരുപാട് ന്യായീകരണ തൊഴിലാളിയായിരുന്നു. ഞാൻ പറയും, ഞാൻ നല്ല കുട്ടികളെ പട്ടിണിക്കിട്ടിട്ടില്ല, ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തിട്ടുണ്ട്, അവളുടെ അപ്പം തന്നതൊന്നും എടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല, അവൾ കൊണ്ടുവന്ന് സ്വർണം വിറ്റ് തളിച്ചിട്ടില്ല, എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ. അപ്പൊ ഞാൻ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് സമ്മതിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ കുറച്ചു നാൾ സഞ്ചരിച്ച് ഒരു സ്പോൺസറോടൊപ്പം ഈ പുസ്തകങ്ങൾ വായിക്കാനും ഈ പടികൾ പരിശീലിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ മനസ്സിലായി, എൻ്റെ അനിയന്ത്രിതമായി പോയ ജീവിതത്തിലേക്കാണ് എൻ്റെ കുടി കടന്നു വന്നതും എന്നെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജീവിതം പലയിടത്തും അനിയന്ത്രിതമായി പോയിരുന്നു. എൻ്റെ ജീവിതത്തിൽ പലയിടത്തും പല കാര്യത്തിലും ഞാൻ അനിയന്ത്രിതാവസ്ഥ അനുഭവിച്ചിരുന്നു. പലതും ഞാൻ മര്യാദയ്ക്കായിരുന്നില്ല ചെയ്തിരുന്നത്. പല കാര്യങ്ങളും ഞാൻ അനിയന്ത്രിതമായ അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചിരുന്നത് പലയിടത്തും. അത് മനസ്സിലാക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് കുറെ കാലം കഴിയേണ്ടി വന്നു. എന്തായാലും രണ്ടാമത്തെ പടി, ഞാൻ കുടി നിർത്താനായിട്ട് എണ്ണമറ്റ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതിന് ശേഷമാണ് ഏൽ എത്തിപ്പെടുന്നത്. അപ്പൊ ഇവിടെ എത്തിപ്പെട്ടപ്പോ എനിക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും, ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഒരു സ്പോൺസറെ തിരഞ്ഞെടുക്കുന്നത്. 6 മാസമെങ്കിലും ഞാൻ കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച് കുടി നിർത്താൻ നടത്തിയ എണ്ണമറ്റ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അപ്പൊ നമ്മുടെ ബില്ലിന്റെ കഥയിൽ ഒരിടത്ത് പറയുന്നത് പോലെ, നിനക്ക് നിന്റെ തന്നെ ധാരണയിലുള്ള ഒരു വലിയ ശക്തി, അത് ഈ പ്രപഞ്ചശക്തി ആവാം, അല്ലെങ്കിൽ നിന്റെ ഗ്രൂപ്പിനെ ആവാം, അല്ലെങ്കിൽ ഈശ്വരനെ ആവാം. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈശ്വരനെ ആവാം. അപ്പൊ ഞാന് എത്തിപ്പെടുമ്പോ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എന്താ പറയുക, ഡിലെമ്മ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരുന്നിട്ട് വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഞാനൊക്കെ എത്തിപ്പെടുന്നത്. അപ്പം വിശ്വാസം ഉണ്ടായിരുന്നിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ പരിതാപകരം. വിശ്വാസം ഇല്ലാത്തവർക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ രക്ഷപ്പെടാം, വിശ്വാസം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് രക്ഷപ്പെടാം. എന്റെയൊക്കെ അവസ്ഥയിലെത്തി ഞാനാണ് ദൈവം എന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാർക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊക്കെ ആ ദൈവം കളിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനാണ് ദൈവം എന്നൊക്കെയുള്ള ചിന്തയോട് കൂടി, ഞാൻ എല്ലാം നേടിയവനാണ്, ഞാൻ എല്ലായിടത്തും മിടുക്കനാണ് എന്നൊക്കെയുള്ള ചിന്തയോട് കൂടി ജീവിച്ചവനാണ്. അപ്പൊ അവിടെ വലിയ ബുദ്ധിമുട്ടാണ് ആ വലിയ ശക്തി. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ സ്പോൺസർ പറഞ്ഞത്, എനിക്ക് ഈ ഗ്രൂപ്പിനെ ഒരു വലിയ ശക്തിയായിട്ട് കണ്ടുകൂടെ, ഏതായാലും ഒരുപാട് നാൾ കുടി നിർത്താൻ ശ്രമിച്ചു,
പലയിടത്തും പരാജയപ്പെട്ടു പോയി, ചിലയിടത്തൊക്കെ കുറച്ചു നാള് വിജയിച്ചു, കുറച്ചു നാളൊക്കെ നീ കുടി നിർത്തി, വീണ്ടും പോയി കുടിച്ചു. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു, ഈ മീറ്റിങ്ങിൽ കൂടെ നീ നിരന്തരം സഞ്ചരിക്കുമ്പോൾ കുറച്ചു നാളായിട്ട് കുടിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ഗ്രൂപ്പിനെ ഒരു വലിയ ശക്തിയായിട്ട് എന്തുകൊണ്ട് കണ്ടുകൂടാം? ഏതായാലും പ്രിയമുള്ളവരെ, അവിടുന്നാണ് എൻ്റെ ഒരു വിജയം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ ഒരു വലിയ ശക്തിയായിട്ട് കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനം കിട്ടിയത്. ആ രണ്ടാമത്തെ പടി ഒരു വലിയ ശക്തി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പടിയിലോട്ട് വന്നപ്പം ഒന്ന് വിട്ടുകൊടുക്കുക. അതൊക്കെ ഒരു മധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മധ്യാസക്തൻ അവന്റെ തന്നെ ചില ശരികളിലും അവന്റെ തന്നെ കണ്ടെത്തലിലും അവന്റെ തന്നെ സങ്കല്പങ്ങളിലും അവനുണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകത്താണ് എന്നെ പോലെയുള്ള ഒരാൾ ജീവിക്കുക. അപ്പൊ ഒന്ന് വിട്ടുകൊടുക്കുക. ആ വിട്ടുകൊടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും ആ മൂന്നാമത്തെ പടിയിൽ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറിയിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു എന്നേക്കാൾ വലിയൊരു ശക്തി ഉണ്ട്, ആ ശക്തിക്ക് എന്റെ ഇച്ഛയും ജീവിതവും ഒക്കെ ഒന്ന് ഞാനൊന്ന് വിട്ടുകൊടുക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലോട്ട് എത്താൻ കുറെ സമയമെടുത്തു. എങ്കിലും സമയമെടുത്താണെങ്കിലും ആ ഒരു വലിയ ശക്തിയിലോട്ടൊന്ന് എത്താൻ, ആ വലിയ ശക്തിയെ ഒന്ന് ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ എന്നേക്കാളും വലിയൊരു ശക്തിക്ക് എൻ്റെ ജീവിതം വിട്ടുകൊടുത്താൽ ചിലപ്പോ ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ലൊരു ജീവിതത്തിലൂടെ ജീവിക്കാൻ പറ്റും. അതൊരു പരിഹാരമാണല്ലോ. അതിനു വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു. എന്തായാലും അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ആ വിട്ടുകൊടുക്കൽ ഒരു വലിയ ഒരു ആശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി. എനിക്കും ചാരാൻ ഒരിടം, അല്ലെങ്കിൽ എനിക്കും ഒന്ന് ആശ്വസിക്കാൻ ഒരു സ്ഥലം, ഞാൻ ആ വലിയ ശക്തിയിൽ അങ്ങ് വിശ്വസിക്കാനുള്ള തീരുമാനം. ഇനി ആ വലിയ ശക്തിയുടെ പദ്ധതികൾ നടക്കട്ടെ, ആ വലിയ ശക്തിയുടെ പണി നടക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലോട്ട് മനസ്സിനെയൊക്കെ ഒന്ന് കൊണ്ടുവരാനായിട്ട് കുറെ സമയമെടുത്തെങ്കിലും അതും സാധിച്ചു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ആ ഒരു വിട്ടുകൊടുക്കലിന്റെ ആശ്വാസം. മറ്റേ എന്താ പറയുന്ന ഒരു 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 പച്ചത്തുരുത്ത് നമുക്കൊന്ന് വിശ്രമിക്കാനും നമുക്കൊന്ന് ആശ്വസിക്കാനും. നമ്മുടെ വല്ലാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടായിരിക്കും മീറ്റിങ്ങിലൊക്കെ എത്തിപ്പെടുന്നത്. ഞാനൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് മീറ്റിങ്ങിലൊക്കെ എത്തിപ്പെടുന്നത്. അവിടെ നിന്നൊക്കെ ഒന്ന് മാറി ആ ദൈവത്തെ, ആ ഒരു വലിയ ശക്തിയെ വിശ്വസിക്കാനും ശക്തിക്ക് ഒന്ന് വിട്ടുകൊടുക്കാനും ഒക്കെ തീരുമാനിച്ചു. അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ആ നാലാമത്തെ പടിയിൽ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെ നിങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ ഒന്ന് വിലയിരുത്തുക വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട കാര്യമായിരുന്നു. കാരണം ഞാൻ ഇതുവരെയും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനല്ല. ഞാൻ ഇത്തിരി കുടിച്ചുപോയി, ഞാൻ കുറച്ച് ചിലപ്പം അല്പം കൂടിപ്പോയിട്ട് ചിലപ്പോൾ ഞാൻ ചെറിയ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ 1-2 ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ സംഭവമല്ലേ. ഞാൻ എന്താ പറയുന്നത്, ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ കുടിയനെന്ന് വിചാരിക്കുന്ന തരക്കാരുടെ കൂടെ ഞാൻ കുടിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ കൂട്ടൊന്നും വഴക്കുണ്ടാക്കിയിട്ടില്ലല്ലോ. വീട്ടിൽ വന്ന് എല്ലാ ദിവസവും ഞാൻ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് എന്നെ തന്നെ ന്യായീകരിക്കുന്ന ഒരുപാട് സ്വഭാവങ്ങൾ എനിക്കുണ്ടാകും. ഞാനൊരു മിടുക്കനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ കുടിയനല്ല, ഞാൻ മീഡിയം കുടിയനാണ്, അല്ലെങ്കിൽ സാധാരണ കുടിയനാണ് എന്നൊക്കെയുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ. പിന്നെ എന്തിനാ ഞാൻ ഈ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെയൊക്കെ വിലയിരുത്താൻ പോകുന്നു എന്നുള്ള ചിന്തകളൊക്കെ ആദ്യകാലത്തുണ്ടായിരുന്നു. പക്ഷെ കുറെ മീറ്റിങ്ങുകളിൽ നിരന്തരം പങ്കെടുക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു പരിശീലനവും എൻ്റെ സ്പോൺസറുടെ സഹായവും കൂടെ കൂടിയപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഈ 4-5 പടി ചെയ്ത് തന്നെ മുന്നോട്ട് പോയാലേ എനിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ദീർഘകാലം ജീവിച്ചിരിക്കാൻ, ഈ ഭൂമിയിലെ മുഴുവൻ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ഞാൻ അനുഭവിക്കണമെങ്കിൽ ഞാൻ ഈ പടിയിൽ പറയുന്നത് പോലെ ഈ ധാർമ്മിക നിലവാരത്തെ ഒന്ന് വിലയിരുത്തുകയും, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, തെറ്റുകളുടെ ഒരു കൂമ്പാരമായിരുന്നു ഞാൻ, അതൊന്നും മനസ്സിലാക്കാതെയാണ് ജീവിച്ചിരുന്നത്. അപ്പൊ ഞാൻ ചെയ്ത തെറ്റുകൾ ദൈവത്തോടും സ്വന്തമായും വേറൊരു വ്യക്തിയോടും ഒന്ന് ഏറ്റുപറയാനും, കൃത്യമായിട്ട് ഏറ്റുപറയുക, അതിനൊക്കെ ഉള്ളൊരു മനസ്സ് വളരെ പതുക്കെയാണെങ്കിലും 6-7 മാസത്തിന് ശേഷം ദൈവം ഉണ്ടാക്കി തന്നു.
അതുകൊണ്ട് തന്നെ ആ ഒരു 4ഉം 5ഉം പടി വളരെ സൂക്ഷ്മതയോടെ, വളരെ അവധാനതയോടെ ഒക്കെ ചെയ്യാൻ പറ്റി. എന്തായാലും അത് കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 2-3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതൊരിക്കൽ കൂടെ ചെയ്യാൻ ഒരു സന്തോഷം ഉണ്ടായി. അതിനൊരു നിയോഗം ഉണ്ടായി, അതും ചെയ്യാൻ പറ്റി. എന്തായാലും വീണ്ടും 6-ാമത്തെ 7-ാമത്തെ പടി, ദൈവം ഞങ്ങളുടെ യുവ സ്വഭാവ ദൂഷ്യങ്ങളെ മാറ്റി തരുന്നതിന് ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണ്. അപ്പോൾ ദൈവം നമ്മുടെ തെറ്റുകൾ പൊറുക്കാനും നമ്മുടെ സ്വഭാവങ്ങൾ കുറച്ച് മാറ്റി തരാനും ഒക്കെ ദൈവം തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മൾ തയ്യാറായോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്തിനാണ് തയ്യാറാകുന്നത്? ഞാൻ മിസ്റ്റർ ക്ലീൻ അല്ലേ? ഞാൻ വളരെ മാന്യനാണ്, വളരെ നല്ല സൽസ്വഭാവിയാണ്, സദ്ഗുണസമ്പന്നനാണ്, തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ മാറാൻ തയ്യാറാകുന്നത്? ഞാൻ പൂർണ്ണമായിട്ടും തയ്യാറാവണം എന്നുള്ള ചിന്തയൊക്കെ എന്നെ ഒരുപാട് കാലം ഭരിച്ചു. എന്തായാലും ആ ഒരു എളിമയിലോട്ട് ഇറങ്ങി വരാൻ, ആ 6-7 പടി നമ്മളെ മിക്കവാറും എളിമയിലോട്ട്, അല്ലെ വിനയത്തിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജന്മവാസനകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ തന്നെ ചില സ്വഭാവ വൈകൃതങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ തന്നെ ചില അതിനെ ഈ മാരകപാപങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കണോ എന്നുള്ളത് വേറെ ചിന്തയാണ്. പക്ഷെ നമ്മൾ ആ ഒരു നമ്മളെ തന്നെ ചില പ്രത്യേക സ്വഭാവ സവിശേഷ അല്ലെ ജന്മവാസനകളെയൊക്കെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് അതിനകത്ത് നമുക്ക് മാറ്റാൻ പറ്റുന്നവയൊക്കെ ഒന്ന് മാറ്റി അല്പം എളിമ, കുറച്ച് വിനയം, മറ്റുള്ളവരെ അംഗീകരിക്കുക. എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, എല്ലാവർക്കും പല വിധത്തിലായിരിക്കും, എനിക്ക് മറ്റുള്ളവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം. ആരെയും ഞാൻ ബഹുമാനിക്കത്തില്ല, അല്ലെങ്കിൽ ആരെയും ഞാൻ അംഗീകരിക്കത്തില്ല. അവനങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള ചിന്ത. അത് ആൽക്കോളിക്സ് അനോണിമസിൽ വന്നിട്ടും തുടങ്ങും. മീറ്റിങ്ങിൽ അവൻ ഷെയർ ചെയ്യുന്നത് ശരിയല്ല, അവനെന്തിനാ അത് പറഞ്ഞു, അത് പറയേണ്ട കാര്യമുണ്ട്, അവനവൻ്റെ ഭാര്യയെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ഓരോരുത്തരെ കണ്ടെത്തി മറ്റുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, ഇത് ഞാൻ മാത്രം മിടുക്കനാണെന്ന് ധരിക്കുക. അങ്ങനെ ഒരു സ്വഭാവ വൈകൃതം വളരെ കാലം എന്നിലുണ്ടായിരുന്നു. എന്തായാലും ആൽക്കോളിക്സ് അനോണിമസിലൂടെ നിരന്തരമുള്ള ഒരു സഞ്ചാരം അതൊക്കെ ഒന്ന് മാറ്റി ഞാൻ മിടുക്കനല്ല, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല മിടുക്കൻ എന്നുള്ള ധാരണയിലോട്ടെങ്കിലും എത്താൻ ഈ 6-7 പടികൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഞാൻ എന്നുള്ള ആ ഭാവം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ തന്നെ ചില തെറ്റുകൾ അല്ലെങ്കിൽ വൈകൃതങ്ങളൊക്കെ കണ്ടെത്തി അവയൊക്കെ ശക്തിക്കൊത്തമാണ് മാറ്റിപ്പിടിക്കാൻ. ആൽക്കോളിക്സ് അനോണിമസിന്റെ 7-ാം പടി പ്രാർത്ഥനയിൽ പറയുന്നത്, അഹങ്കാരമുള്ളിടത്ത് നീ വിനയത്തിന്റെ നീർച്ചാലാവട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ വിനയത്തിന്റെ നീർച്ചാലൊന്നും ആയില്ലെങ്കിലും ആ വിനയം എന്താണെന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവർക്കും നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കാനും ഈ ലോകത്തിന്റെ മുഴുവൻ സൗന്ദര്യം ആസ്വദിക്കാനും മറ്റുള്ളവർക്കും അവകാശമുണ്ട്. അവരും നമ്മളെ പോലെ മനുഷ്യരാണ്, അവരും നമ്മളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അവർക്കും അവകാശമുണ്ട് എന്നുള്ള രീതിയിലോട്ട് എൻ്റെ ചിന്തകളെ മാറ്റിക്കൊണ്ടുവരാൻ എനിക്ക് ഈ 6-7 പടി സഹായിച്ചു. അവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ആ 8-ാമത്തെ പടിയിൽ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു പട്ടിക തയ്യാറാക്കി അവരോടെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി. ഈ 4-ാമത്തെ പടിയിൽ ഞാൻ എന്തൊക്കെയോ എഴുതി കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ സ്പോൺസറോട് പറഞ്ഞു. ആ സ്പോൺസർ ഇവരൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വലിച്ചു കീറിക്കളഞ്ഞു. മനുഷ്യജന്മത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ സ്പോൺസറിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിന്നേക്കാൾ കൂടുതൽ ഈ വക കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്, ഈ വക തെറ്റുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊന്നും ഇനി വിഷണ്ണനായിരിക്കേണ്ട ആവശ്യമില്ല. നീ ഇപ്പോൾ അത് ദൈവത്തോട് നിന്നോട് തന്നെ വേറൊരു വ്യക്തി എന്ന നിലയിൽ എന്നോട് ഏറ്റു പറഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം നീ മുക്തനായി. ഇനി നീ ആ ഒരു പഴയ പന്ഥാവിലൂടെ, പഴയ ജീവിത സാഹചര്യങ്ങളുടെ
സഞ്ചരിക്കാതിരിക്കുക, മാറിയ മനോഭാവത്തോടുകൂടി ജീവിക്കുക. എൻ്റെ മനസ്സ് ശുദ്ധമാക്കൽ പ്രക്രിയ ഏതാണ്ട് പൂർത്തിയായി. അപ്പൊ ആ മനസ്സ് ശുദ്ധമാക്കുക അല്ലെങ്കിൽ ആ വീട് വൃത്തിയാക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയ ഏതാണ്ട് പൂർത്തിയായി. ഇനി നിനക്ക് ഒരാത്മാഭിമാനത്തോടെ അല്ലെങ്കിൽ നിനക്ക് നിന്നോട് തന്നെ ബഹുമാനം തോന്നുന്ന ഒരവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കും. അതാണ് എൻ്റെ സ്പോൺസർ എൻ്റെ അടുത്ത് പറഞ്ഞത്. നിനക്ക് നിന്നോട് തന്നെ ബഹുമാനം തോന്നുന്ന ഒരവസ്ഥയിൽ ജീവിക്കാൻ ഈ പടികൾ പരിശീലിച്ചാൽ നിനക്ക് സാധിക്കും. അപ്പം ഞാൻ ആൽക്കോളിക്സ് അനോണിമസ് വരുമ്പം എൻ്റെ ചിന്ത, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നടക്കുന്നതായിരുന്നു. അപ്പൊ ഒരു പാഴ് ജന്മം. 3 പ്രാവശ്യം ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കുടി നിർത്താൻ പറ്റിയില്ല. ഒരുപാട് ഡോക്ടർമാരെ വീട്ടിൽ പോയി കണ്ടു, എനിക്ക് കുടി നിർത്താൻ പറ്റിയില്ല. പള്ളിയിൽ പോയി ധ്യാനം കൂടി, എനിക്ക് കുടി നിർത്താൻ പറ്റിയില്ല. ജ്യോത്സ്യന്മാരെ കണ്ടു, പരിഹാരങ്ങൾ കുറിച്ചു. അവർ പറയുന്ന പരിഹാരങ്ങളെല്ലാം നടത്തി, പോയി പൂജകൾ നടത്തി, വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം നടത്തി. എന്നിട്ട് എനിക്ക് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനൊരു പാഴ്ജന്മം. എൻ്റെ ആദ്യത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ എൻ്റെ അടുത്ത മുറി കിടന്ന ആളിപ്പോഴും കുടിക്കാതിരിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ സാധിക്കുന്നു, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ മാത്രം എന്തോ ഒരു പാഴ്ജന്മം എന്നുള്ള ചിന്തയാണ്. ആ പാഴ്ജന്മം എന്നുള്ള ചിന്ത മാറ്റി എനിക്കൊരു ആത്മാഭിമാന ബോധം ഉണ്ടായത്. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഒന്ന് കോംപ്രമൈസ് ആവാൻ, ഞാൻ ഒരു മോശം വ്യക്തിയല്ല, അല്ലെങ്കിൽ ഞാനും മദ്യപിച്ചു പോയി, എൻ്റെ ചില വശങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, കുറെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശം ഇല്ലാതാകുന്നില്ല. ഞാനും ഈ സന്തോഷം, ലോകത്തിന്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ എനിക്കും അവകാശമുണ്ട് എന്നുള്ള ചിന്തയിലോട്ടൊക്കെ എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ ഒരു പരിശീലനം, അല്ലെങ്കിൽ ആ ഒരു പടികളുടെ പരിശീലനം എന്നെ സഹായിച്ചു. അവിടുന്ന് ആ 9ാമത്തെ പടിയിലോട്ട് ആ ഒരു പരിഹാരം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം, ഈ പറയുന്നത് പോലെ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട്, മറ്റൊരാളുടെ തൊലി പൊള്ളിച്ചുകൊണ്ട് നമ്മളോട് പരിഹാരം ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ അതേ വില, അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഞാനൊക്കെ 8ാം പടിയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാനിത് ആയിട്ട് എൻ്റെ സ്പോൺസറുടെ അടുത്ത് ചെന്നു. സ്പോൺസറെ കാണിച്ചു, ഉപദ്രവിച്ചിട്ടുള്ള കുറെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ പരിഹാരം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയ 2-3 പേരുകളുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പൂർണ്ണമല്ലല്ലോ ബ്രഹ്മാനന്ദ, നീ നിന്റെ ഭാര്യയുടെ പേര് ഇതിനകത്ത് എഴുതിയിട്ടില്ല, നിന്റെ കുട്ടികളുടെ പേര് ഇതിനകത്ത് എഴുതിയിട്ടില്ല, നീ അതും കൂടെ എഴുതണ്ടേ? അതല്ലേ ആദ്യം വരേണ്ടത്. നീ അവരെ ഒരുപാട് ദ്രോഹിച്ചിട്ടില്ലേ, അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടില്ലേ, നിന്റെ മദ്യപാനം അവരുടെ ഉറക്കം ഒരുപാട് കളഞ്ഞിട്ടില്ലേ, അതെന്തിയെ എഴുതാത്തത്? പ്രിയമുള്ളവരെ, അത് കണ്ണു തുറപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഞാൻ ഒരുപാട് ഉപദ്രവം, അല്ലെങ്കിൽ ഒരുപാട് നിദ്രാഹീനങ്ങളായ രാത്രികൾ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ബാല്യം, അവരുടെ ആ എന്താ പറയുന്നത്, ബാല്യത്തിലെ കുസൃതികളും അവരുടെ ആ ബാല്യത്തിലെ സന്തോഷങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് തല്ലിക്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ കൈവച്ച് അടിക്കുന്നതല്ല, ചൂരലുകൊണ്ട് അടിക്കുന്നത് മാത്രമല്ല ദ്രോഹം. അവർക്ക് അവകാശപ്പെട്ട അവരുടെ ചില സന്തോഷങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചില ആവശ്യങ്ങൾ നിഷേധിക്കുന്നത് പോലും ഞാൻ അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമായിരുന്നു, ഞാൻ അവരെ ഉപദ്രവിക്കുന്നതിന് തുല്യമായിരുന്നു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അവരുടെ പേരും കൂടെ നീ എഴുതുക. പ്രിയമുള്ളവരെ, ഞാൻ അതും എഴുതി. അവരോടൊക്കെ ഒന്ന് പരിഹാരം ചെയ്യാൻ. അതുപോലെ ഞാൻ എൻ്റെ കുട്ടിയുടെ കാലത്ത് എൻ്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും ഒക്കെ ഉപദ്രവിച്ചിട്ടുള്ള എൻ്റെ അമ്മായിയപ്പനെയൊക്കെയായിരുന്നു. അപ്പൊ അവര് മരിക്കുന്നതിന് മുമ്പ്, അടുത്ത കാലത്താണ് എൻ്റെ മദർ മരിച്ചത്, അമ്മായിയച്ഛന് 5-6 വർഷം മുമ്പ് മരിച്ചു. അപ്പം ഞാൻ കുടി നിർത്തി സമാധാനത്തിൽ ജീവിക്കുന്ന കണ്ടിട്ട് ഒന്ന് മരിക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ അച്ഛനും അമ്മായിയച്ഛനും ഉണ്ടായി. അവരോടൊക്കെ വൈകിയ വേളയിലാണെങ്കിലും, വൈകിയ വേളയിൽ ഞാൻ ഉദ്ദേശിച്ചവരൊക്കെ ഫാദറിലോ
ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് എനിക്കൊന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ മനസ്സ് തുറക്കാനും എന്നോടൊന്ന് ക്ഷമിക്കണം, ഞാനിങ്ങനെ മദ്യപിച്ചിട്ട് ഒരുപാട് പാഴ്വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്നൊന്ന് പറയാനുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അച്ഛനോടും, അച്ഛൻ മരിക്കുന്നതിന് കുറേ നാൾ മുമ്പ് തന്നെ ഇതൊന്ന് പറയാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പം ഇതൊക്കെയാണ് നമുക്കൊരു സംതൃപ്തി തരുന്നത്, അല്ലെങ്കിൽ ഈ പരിഹാരം ചെയ്തത് മൂലം നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി. ആ 8ഉം 9ഉം പടി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ കടന്നു വരും. അതാണ് ഒരു പരിഹാരം ചെയ്യൽ. അല്ലെങ്കിൽ നമ്മൾ ഈ പടികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരോട് ഒരു പരിഹാരം ചെയ്യണം. നമ്മൾ പരിഹാരം തേടലായിരുന്നു ആദ്യം. നമ്മുടെ മധ്യത്തിൽ നിന്ന് നമുക്കൊരു മാറി നിൽക്കണം, പുതിയ ജീവിതത്തിലോട്ട് കടന്നു വരണം, മദ്യമില്ലാതെ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് അതൊരു പരിഹാരം തേടലായിരുന്നു, നമ്മുടെ സ്വയം പരിഹാരം. നമുക്ക് മധ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഉള്ള ഒരു പരിഹാരം തേടലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ദ്രോഹിച്ചിട്ടുള്ള ആൾക്കാരോട് ഒന്ന് പരിഹാരം ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ്. നമ്മൾ ഒരുപാട് പേരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അല്ലെ അവരുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരോടൊക്കെ ഒന്ന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അവർക്കല്ല അതിന്റെ ഗുണം കിട്ടുന്നത്, അവരെക്കാൾ കൂടുതൽ ഗുണം കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. നമ്മളോട് തന്നെ ഒരു ബഹുമാനം, നമ്മളോട് തന്നെ ഒരു സ്നേഹം, നമ്മളോട് തന്നെ ഒരു എന്താ പറയുക, ഒരു മതിപ്പ് ഉളവാകും നമ്മൾ ഈ പരിഹാരമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ മറ്റുള്ളവരെ ഒന്ന് ബഹുമാനിക്കുക, മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കുക, മറ്റുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുക ഒക്കെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചേരും. ഈ ഒരു പരിഹാരം തേടൽ ആ 8, 9 പടി നമ്മളെ ആ ഒരവസ്ഥയിലോട്ട് കൊണ്ടേ എത്തിക്കും. എന്തായാലും പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു പടി ഇത്രയൊക്കെ പരിശീലിച്ചു കഴിയുമ്പോൾ, അതായത് ഈ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് നമ്മുടെ 82ാമത്തെ പേജിൽ പറയുന്ന ആ ഒരു പ്രോമിസസ്, വാഗ്ദാനങ്ങൾ, ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് നൽകുന്ന ആ ഒരു വാഗ്ദാനങ്ങളിലോട്ട് എത്തിക്കും. അവിടെ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുത പരതന്ത്രരാകും. ഇവിടെ പകുതി വഴി കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 9ാമത്തെ പടി വരെ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ നാം അത്ഭുത പരതന്ത്രരാകും. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു, ഒരു 2 വർഷം കഴിഞ്ഞു, കുടി നിർത്തി, സമാധാനത്തിൽ ജീവിക്കുന്നു, സന്തോഷമുണ്ട് വീട്ടിൽ നിന്നൊക്കെ നമ്മൾ മീറ്റിങ്ങിൽ വന്ന് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ പകുതി വഴി കഴിയുമ്പോൾ നല്ല ഉദ്ദേശിക്കുന്നത്, 2 വർഷം കഴിയുമ്പോൾ നല്ല ഉദ്ദേശിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം നമ്മൾ പകുതി വഴി അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ, ആ പടികൾ ശക്തിക്കൊത്തവണ്ണം പരിശീലിക്കുമ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് അവിടെ ആ പകുതി വഴി ചെല്ലുമ്പോൾ എന്നുള്ള ഒരു വാചകം കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പകുതി വഴി ചെല്ലുമ്പോൾ നാം അത്ഭുത പരതന്ത്രരാകും. ഇപ്പം ഞാൻ 10 വർഷം കുടിക്കാതിരുന്നു, വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറെ മെച്ചങ്ങളൊക്കെ ഉണ്ടായി, അപ്പൊ ഇപ്പൊ പകുതി വഴിയായി, എനിക്ക് മൊത്തത്തിൽ 20 വർഷത്തെ സ്റ്റോക്ക് വരെ മേടിക്കാനേ പറ്റുള്ളായിരിക്കും. അങ്ങനെ ചിന്തിക്കരുത്. അവിടെ പകുതി വഴി ചെല്ലുമ്പോൾ എന്നല്ല, നമ്മൾ ഈ പ്രോഗ്രാം നമ്മുടെ ശക്തിക്കൊത്തവണ്ണം എങ്ങനെ പരിശീലിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന പടികൾ അല്ലെങ്കിൽ ആ എന്നുള്ള അങ്ങനെ തന്നെയാണ് പറയുന്നത്. രോഗശമനത്തിനുള്ള പരിപാടി എന്ന നിലയിൽ നിർദ്ദേശിക്കപ്പെട്ട പടികൾ താഴെ കൊടുക്കുന്നു. ആ രോഗശമനം നമുക്ക് വേണമെങ്കിൽ ഈ പടികൾ നമ്മൾ പരിശീലിച്ചേ പറ്റുള്ളൂ, അല്ലാതെ വേറെ മാർഗമില്ല. അപ്പം ആ പടികൾ നമ്മൾ പരിശീലിച്ച് നമ്മുടെ ശക്തിക്കൊത്തവണ്ണം പരിശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു അവസ്ഥയിലോട്ട്, ആ പരിഹാരം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്ന ഒരവസ്ഥയിലോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അതിൽ ആ 8ഉം 9ഉം പടി നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് എടുക്കുക, അവരോട് പരിഹാരം ചെയ്യുക, അവരോട് പറ്റുന്നവരോടൊക്കെ. ഇപ്പം ഞാൻ +2നോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുമ്പോൾ എനിക്കൊരു
കാമുകിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പെണ്ണിനെ ദ്രോഹിച്ചിട്ടുണ്ട്, അവളോട് പരിഹാരം ചെയ്യണം, നീ അവള് താമസിക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്നല്ല പറയുന്നത്. അവരുടെ സ്വൈര്യ ജീവിതത്തിലോട്ട് നമ്മൾ കടന്നു ചെന്ന് പരിഹാരം ചെയ്യാനല്ല, മറ്റുള്ള ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് പരിഹാരം ചെയ്യാനല്ല. അവിടെയൊക്കെ നമ്മൾ വിവേകത്തോടെ ചിന്തിക്കണം. അത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്യണം. മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരത്തിനും നമുക്ക് അവകാശമില്ല. നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ, നമ്മുടെ മനസ്സിനെ സമാധാനത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നവരോടൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോടൊക്കെ പരിഹാരം ചെയ്യാം. മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ട്, മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ട് നമുക്ക് ആ പരിഹാരം തേടലിലോട്ടോ പരിഹാരം ചെയ്യലിലോട്ടോ പോകാനായിട്ട് നമുക്ക് അവകാശമില്ല. ഏതായാലും പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ജീവിതത്തോടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കലാണ്, ഒരു പരിഹാരം തേടലാണ്, അല്ലെങ്കിൽ ഒരു പരിഹാരം വാങ്ങലാണ്. നമ്മളോട് തന്നെ ഒരു പരിഹാരം ചെയ്യലാണ്. അതിന് നമ്മൾ തയ്യാറാവണം. എന്താ പറയുന്നത്, ഈ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിന് ഈ ഒഴുക്കിനെതിരെയുള്ള നീന്തലുകളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒഴുക്കിനനുസരിച്ച് നീന്താൻ സമാധാനത്തോടെ സംതൃപ്തിയോടെ ഈ ലോകത്തിലെ മുഴുവൻ സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടാകണം. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ചില കടമ്പകളൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു പടികളിലൂടെയൊക്കെ കടന്നു പോകണം. അത് കഴിയുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം തരുന്നു 10ാമത്തെ പടി. തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും അതൊന്ന് ഏറ്റുപറയുകയും ചെയ്യും. അപ്പൊ അവിടെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, സ്വന്തമായി വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും. നമ്മളവിടെ സ്വന്തമായി വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും, നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്വന്തമായി വിലയിരുത്തുക. നമ്മളിപ്പോൾ ആ ഒരു ഒഴുക്കിന് എതിരെയാണോ പോകുന്നത്, ഒഴുക്കിനനുസരിച്ചാണോ പോകുന്നത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ പരിശീലിച്ച ആ ജീവിതശൈലിയിലൂടെയാണോ പോകുന്നത്, നമ്മൾ മറ്റുള്ളവരോട് അല്പം ബഹുമാനത്തോടെ, അല്പം സന്തോഷത്തോടെ, സമാധാനത്തോടെ സംസാരിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ കരുതലോടെ സ്വീകരിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് വിലയിരുത്തി. പിന്നീട് ചില മനുഷ്യജന്മം ആയതുകൊണ്ട് ചിലപ്പോൾ തെറ്റുകളൊക്കെ സംഭവിക്കാം, നമ്മളൊന്നും അതിൽ നിന്നും വിമുക്തരല്ല. അപ്പൊ ആ തെറ്റുകൾ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ആ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അതിനെ ചട്ടിയും കലമായ തട്ടിയും മുട്ടിയിരിക്കും എന്നൊക്കെ പറയുന്ന കുടുംബജീവിതത്തിലൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മളൊന്നും ദൈവങ്ങളൊന്നും അല്ലല്ലോ. മാത്രമല്ല, നമ്മുടെ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾക്ക് പെർഫെക്ഷൻ, അതായത് നമ്മളെ ആരും പുരോഗതി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ. നമ്മളാരും പുണ്യാളന്മാരൊന്നും ആയിത്തീരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മളാരും പുണ്യാളന്മാരാകാൻ പഠിക്കുകയല്ലല്ലോ ആൽക്കഹോളിക്സിനെ വെച്ചിട്ട്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പുരോഗതി ഉണ്ടാക്കാൻ അത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു അസുഖമുണ്ട്, ആ അമിത മദ്യാസക്തി എന്ന് പറയുന്ന അസുഖം. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് വരെ കാണും. അപ്പൊ അതിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് നിർത്താനേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ അതിനകത്ത് പൂർണ്ണമായിട്ടൊരു മുക്തി ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, 30 വർഷക്കാലം മദ്യപിക്കാതെ ഇരുന്നിട്ട് 30 വർഷം കഴിഞ്ഞിട്ട് മദ്യപിച്ച് 3-4 വർഷത്തിനുള്ളിൽ മരിക്കുന്ന ഒരാളുടെ കഥ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് പെർഫെക്ഷൻ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ പരിപൂർണത എന്ന് പറയുന്ന ഒരു വാക്കൊന്നുമില്ല. അല്പം പുരോഗതി ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ജീവിതത്തിൽ. പുരോഗതി എങ്ങനെ വേണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. നമ്മളെങ്ങനെ, എത്ര കണ്ട് ശക്തിയായിട്ട്, അല്ലെങ്കിൽ എത്ര കണ്ട് ആത്മാർത്ഥതയോടെ, എത്ര കണ്ട് എത്ര കണ്ട് നമ്മൾ ഈ പടികൾ പരിശീലിക്കുന്നുവോ അത്രയ്ക്ക് പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത്രയ്ക്ക് പരിഹാരവും നമ്മുടെ പ്രശ്നങ്ങൾക്കുണ്ടാവും. നമ്മൾ 2 തരത്തിലുള്ള ഒരു പരിഹാരം തേടലാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, നമ്മുടെ രോഗത്തിനൊരു പരിഹാരം തേടൽ, ആ രോഗത്തിൽ നിന്ന് മാറി നിൽക്കുക.
അപ്പൊ ആ രോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ള നമുക്ക് മനസ്സമാധാനം വേണം. അപ്പൊ നമുക്ക് മനസ്സമാധാനവും സംതൃപ്തിയും നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നണമെങ്കിൽ, നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരോട് ഒരു പരിഹാരം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവും. നമുക്കറിയാം ഡോക്ടർ ബോബിന്റെ കഥയിൽ അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി, അദ്ദേഹം കാറും എടുത്ത് അയാൾ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് പോയത് സോറി പറയാൻ, പരിഹാരം തേടാൻ. അപ്പൊ അവിടുന്നാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വരാൻ തന്നെ കാരണം ഒരു പരിഹാരം തേടലിലൂടെയായിരുന്നു. ആ പരിഹാരമുണ്ട്. ആ പരിഹാരം നമ്മൾ ചെയ്തു തന്നെ പോകണം. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവിച്ചിട്ടുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളോടൊക്കെ ഒന്ന് സമരസപ്പെട്ട് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഒന്ന് പരിഹാരം തേടി ആ നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തി, നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ദൃഢപ്പെടുത്തി, നമ്മളെ തന്നെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. അതിന് നമ്മൾ ഈ ഒരു പടികളിലൂടെ കടന്നു പോകണം. അതുവേണ്ടി 11ാമത്തെ പടിയിൽ പറയുന്ന പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവവുമായി സമ്പർക്കം ദൃഢമാക്കുകയും ഞങ്ങൾക്ക് വേണ്ട ദൈവഹിതം എന്തെന്നറിയുവാനോ നടത്തി കിട്ടുവാൻ വേണ്ട ശക്തി തരുവാനും മാത്രം പ്രാർത്ഥിക്കുന്നു. മിക്കവാറും നമ്മളെല്ലാം ആത്മീയ പാപ്പരത്വം, ഈ മദ്യപാനം മൂലം ആത്മീയ ജീവിതത്തിൽ പാപ്പരത്വം ബാധിച്ചവരായിരിക്കും. ആത്മീയ ജീവിതം ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടവരോ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരോ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഈ 8ഉം 9ഉം പടിയൊക്കെ ചെയ്ത് ഒരു പരിഹാരമൊക്കെ തേടി നമ്മളോട് തന്നെ ഒരു സമരസപ്പെട്ട് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊരു ആത്മീയ പുരോഗതിയിലോട്ടും കൂടെ കടന്നു ചെല്ലാം. ആത്മീയ പുരോഗതി നമുക്കൊന്ന് നേടണം. ആ ദൈവവും നമ്മളുമായിട്ടുള്ള ആ ബന്ധം നേരെവണ്ണം ഉള്ളതാക്കുക, ആ ശരിയായ ദിശയിലാക്കുക. ദൈവത്തിന്റെ വെളിച്ചം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്രേസ് കടന്നു വരാനായിട്ട് തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന നമ്മുടെ ചില സ്വഭാവ വൈകൃതങ്ങളെ നമ്മളൊന്ന് മാറ്റുന്നു. ആ ദൈവത്തിന്റെ കടന്നു വരവിന് വേണ്ടിയിട്ട് ആ പാത നമ്മൾ തന്നെ വെട്ടിയൊരുക്കുന്നു. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കാനും ഒരുപോലെ സാഹചര്യങ്ങൾ തരാനും സന്തോഷിപ്പിക്കാനും തയ്യാറാണ്. അപ്പൊ അവിടെ നമ്മളാണ് ചില തടസ്സങ്ങൾ, നമ്മളാണ് ചില വേലികൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇവിടെ ആ വേലികളൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞ് നമ്മൾ ആ ദൈവത്തിന്റെ ആ ഒരു ഗ്രേസ് കടന്നു വരാൻ വേണ്ടിയിട്ട്, ആ ദൈവത്തിനെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ആ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ട്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത നമ്മൾ വെട്ടിത്തുറക്കാനും അതുവഴി നമ്മൾ സന്തോഷത്തിലോട്ട് സമാധാനത്തിലോട്ട് എത്താനും അല്പം ആത്മീയത, പ്രാർത്ഥന, എന്താണ് പ്രാർത്ഥനയെന്നും എന്താണ് ധ്യാനമെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അടുത്ത പടി, 12ാമത്തെ പടി, നമുക്ക് കിട്ടിയ ഈ സന്തോഷം, സമാധാനം, നമ്മുടെ ജീവിതത്തിലുണ്ടായ ഈ സമാധാനവും സന്തോഷവും അല്പം പോലും ചോർന്നു പോകാതെ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒരാൾക്ക് എത്തിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. നമുക്ക് സൗജന്യമായിട്ട് 189ാമത്തെ പേജിൽ ഡോക്ടർ ബോബ് പറയുന്ന പോലെ ഇത് എനിക്ക് തന്നവരോടുള്ള കടംവീട്ടലാണ്, പിന്നെ അത് ഏറെ രസകരമാണ്. അത് ചെയ്യുന്നതിലൂടെ ഞാൻ ഇത് എനിക്ക് തന്നവരോടുള്ള കടംവീട്ടലാണ് എന്ന് ഉള്ള ചിന്തയോട് കൂടി നമ്മൾ ഇത് മറ്റുള്ള ആൾക്കാരിലോട്ട് എത്തിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. അതിനകത്ത് 4ാമതൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പണി ഞാൻ ഓരോ തവണയും ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാക്കാനിടയുള്ള ഒരു സ്ലിപ്പിൽ നിന്ന്, ഒരു വീണ്ടും കുടിക്കലിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്താൻ എന്നെ കൊണ്ട് പറ്റുന്നു. അവിടെയാണ് നമ്മൾ ഈ 12ാം പടി ചെയ്യേണ്ടതിന്റെ, അല്ലെങ്കിൽ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം. നമ്മുടെ ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയുള്ള ഒരു ജീവിതമാണ്.
അപ്പൊ അതിനകത്ത് നിന്ന് മാറി മറ്റുള്ളവർക്ക് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഈ നടപടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായിട്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ആത്മീയ പ്രചോദനം ഉണ്ടായിട്ടുണ്ടോ, നമ്മള് ഒരു പുരോഗതി നേടിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും നമുക്ക് കിട്ടിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുട്ടികൾക്ക് അല്പം വിദ്യാഭ്യാസം ശരിയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഉറങ്ങാൻ മനസ്സമാധാനത്തോടെ ഉറങ്ങാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് ആദിയില്ലാതെ കിടക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് മറ്റൊരു ആൾക്കും മറ്റൊരു കുടുംബത്തിലൂടെ ആ ഒരു സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം പരിശ്രമിക്കാനും അല്പം അവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാനും, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളത്, നമ്മൾ ഇങ്ങനെ സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നമ്മൾ ശ്രമിച്ചാൽ അത് 10 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൂടുതൽ കൊണ്ടുവരും. 1 രൂപ നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെലവാക്കിയാൽ അത് 100 രൂപയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഞാൻ മാത്രം പറയുന്നതല്ല, ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിച്ച് ഈ രീതിയിലൂടെ ജീവിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിനെ അടുത്തറിഞ്ഞ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് 1.5 മണിക്കൂർ ചെലവഴിച്ചാൽ ബാക്കി 22.5 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞതാവും. അതുപോലെ നമുക്ക് കിട്ടിയ സന്തോഷം നമ്മൾ വേറൊരാളിലോട്ട് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ, പുതിയ സമാധാനം, പുതിയ സന്തോഷമൊക്കെ കൊണ്ടുവരും. അപ്പം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പരിഹാരം തേടിക്കൊണ്ടേയിരിക്കുക. പരിഹാരം, നമ്മുടെ ജീവിതത്തിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് മറ്റൊരാൾക്കൂടെ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഞാൻ എന്തെങ്കിലും അവിവേകമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. എനിക്ക് പ്രഭാഷണം നടത്താനോ അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്താനോ ഒന്നും പറ്റുന്നില്ല. 1 മണിക്കൂർ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഏതായാലും 1 മണിക്കൂർ സംസാരിച്ചു. 8:30 വരെ ഞാൻ ഈ മീറ്റിംഗ് കാണും. എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം അതുകൊണ്ടാണ് 9 മണി വരെ ഇരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. അപ്പം അക്ബർ, നമുക്ക് ഇവിടെ അവസാനിക്കാം. എല്ലാവർക്കും സുബോധത്തിന്റെ നല്ല നാളുകൾ മാത്രം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാർ ഇതിനകത്ത് എന്നെക്കാളും അറിവുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അവര് നമ്മുടെ സംശയങ്ങൾ തീർത്തു തരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അത് പറഞ്ഞു തരാൻ പറ്റുന്ന മൊയ്തുട്ടിക്കായെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച, നല്ല ഒരു സുബോധത്തിന്റെ ജീവിതാവസാനം വരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചും മദ്യപിക്കാതെ മനോഹരമായിട്ട് ഈ ഫെലോഷിപ്പിലൂടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എന്നെ ഇതിന് ക്ഷണിച്ചതിനും എന്നെ ഇത്ര നേരം കേട്ടിരുന്നതിനും സഹിച്ചിരുന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു റഹ്മാൻ ചേട്ടാ, താങ്ക് യു. 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന് വളരെ നന്ദി. പരിഹാരമുണ്ട് പരിഹരിക്കൽ എന്ന വിഷയം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നതിനൊക്കെ ഞങ്ങളെ മീറ്റിങ്ങിനകത്തുള്ള എല്ലാ ആളുകളുടെയും നന്ദി അറിയിക്കുന്നു. ജോല മീറ്റിങ്ങിന്റെ പേരിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിലും ആ വലിയ ശക്തിയുടെ പേരിലും നന്ദി പറയുന്നു. വളരെ നന്ദി പ്രഭാൻ ചേട്ടാ. പ്രഭാൻ ചേട്ടനോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. മീറ്റിങ്ങിന്റെ മുന്നോട്ടുള്ള നടത്തിക്കൊണ്ടുപോകലിനായി സുരേഷ് കൃഷ്ണേട്ടൻ ശ്രീകൃഷ്ണപുരത്തെ ക്ഷണിച്ചോളുന്നു. സുരേഷ് ചേട്ടാ വരൂ. താങ്ക് യു. എന്തായാലും നല്ലൊരു വിഷയമായിരുന്നു. നല്ല മുഴുവനും കേട്ടു. കുറെ മനസ്സിലാക്കാണ്ടായിരുന്നു ഇതിൽ. പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു മദ്യാസക്തനാണ്. കൂട്ടായ്മയിൽ നിരന്തരം സഞ്ചരിക്കാറുണ്ട്. മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് സുരേഷ് കൃഷ്ണൻ. സന്തോഷമാണ്. എനിക്ക് ഇപ്പൊ ഇതില് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് മുഴുവൻ. സംശയങ്ങൾ ഇപ്പൊ അധികമൊന്നും ചോദിക്കാനോ ഒന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ അധികം നീട്ടി പോകണില്ല. അടുത്തത് ആരെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കടന്നു വരാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിക്കാം. സംശയങ്ങൾ തീർന്ന് നമുക്ക് ഷെയറിംഗ് മീറ്റിംഗിലേക്ക് കടക്കാം. ആരെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വരാം.
ഹലോ, ബ്രഹ്മാനന്ദനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ